ഹലോ, ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? അതിനൊന്നല്ല, ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയത് പനി കിട്ടിയൊരു സ്റ്റോറി പറഞ്ഞാലോ. അതായത് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഇയർ അന്ന് വാങ്ങിയ സ്പോഞ്ച് കേക്ക് അതിന് ട്രെൻഡായിട്ട് ചോക്ലേറ്റ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കേക്ക്. അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി കേക്ക് ഉണ്ടാക്കി. കേക്ക് ഉണ്ടാക്കിയത് കുക്കറിലാണ്. കേക്കെല്ലാം നല്ല സെറ്റായി. ഇത് കാണാൻ നല്ല ലുക്കുണ്ടായിരുന്നു. പിന്നെ തോന്നും നല്ല സോഫ്റ്റ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയല്ലോ എന്ന സന്തോഷം കൂടുതൽ. ഞാൻ കേക്കൊന്നും ടേസ്റ്റ് ചെയ്തില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, എന്തോ പറഞ്ഞില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ എന്റെ ഹസ്ബൻഡ് കേക്ക് കഴിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ മക്കളോണ്ടാണോ കേക്ക് ഉണ്ടാക്കിയത്? അതോടുകൂടി എന്റെ എല്ലാ കോൺഫിഡൻസും മൂടും ഒക്കെ പോയി. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റേ പോയി. ആ ഒരു ഇയർ ഫുൾ ഉണക്കൽ കേക്ക്. പിന്നെ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അങ്ങനെ നീണ്ട ഇടവേളക്ക് ശേഷം ചിന്തിച്ചുകൊണ്ടിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. 2025 ഞാൻ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു കേക്കായിരുന്നു അത്. ഞാൻ പ്ലാൻ ചെയ്യുന്നതൊന്നും അങ്ങനെ നടക്കാറില്ല, എന്നാൽ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കാറ്. എന്റെ മക്കൾക്ക് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല. മോന് സ്കൂളിൽ കഴിഞ്ഞ് വന്നാൽ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് വേണം. ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. എന്റെ മോൾക്കാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വേണം. അന്ന് വീട്ടിൽ സ്നാക്സ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. 2 കോഴിമുട്ട മാത്രമാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ബട്ട് കേക്ക് ഉണ്ടാക്കാൻ മൈദ വേണം. മൈദ അല്ല, പക്ഷെ ഗോതമ്പ് പൊടി ഉണ്ട്. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കേക്കൊക്കെ സെറ്റായി. പറയുമ്പോൾ അതിന് സാധനങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് കേക്ക് ഉണ്ടാക്കി. ഗോതമ്പ് പൊടിയാണ്. പക്ഷെ ആ കേക്ക് അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കായിരുന്നു. ഞാൻ കേക്ക് ബേക്ക് ചെയ്തത് നോൺ സ്റ്റിക്കിന്റെ പാനിലായിരുന്നു. അതോടുകൂടി വീണ്ടും എന്റെ കോൺഫിഡൻസ് കൂടി. അന്ന് പോയ എന്റെ കോൺഫിഡൻസ് വീണ്ടും വന്നു. ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. അതും നമ്മുടെ ബ്രൗണി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിസ്സിസ് മലബാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചത് ബ്രൗണി ഉണ്ടാക്കാന്ന്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ബില്ലിട്ട്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആ ബില്ലിട്ടതില് ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും ഇല്ല, ബാക്കി എല്ലാതും ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും തിരിച്ചു പോയി മേടിക്കലൊന്നും നടക്കില്ല, ഇവിടെ അടുത്തൊന്നും കിട്ടാനും വഴിയില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു ചോക്ലേറ്റ് കേക്ക് അങ്ങ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി നോക്കിയിട്ട് കുറെ നോക്കി എനിക്കൊരു നല്ലൊരു റെസിപ്പി കിട്ടി. അതും ബനാന ആഡ് ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്. ഞാൻ എൻ്റെ വകയായിട്ട് കുറച്ച് ന്യൂട്ടെല്ലാം കൂടി ആഡ് ചെയ്ത് കേക്ക് അങ്ങ് സെറ്റാക്കി എടുത്തു. ഇനി കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പറയാം. അതിന് എഗ് ബീറ്റ് ചെയ്തതിനു ശേഷം ഉടച്ചു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്യുക. അതും കൂടി ബീറ്റ് ചെയ്യുക. 2 കപ്പ് പൊടിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അതിനുശേഷം വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കുക. ഒരു ബൗൾ മൈദ, അതുപോലെ തന്നെ 1/4 കപ്പ് കോക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുക. ഒരു 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, അതിൻ്റെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ബാറ്റർ തിക്കാവുന്നുണ്ടെങ്കിൽ ബാറ്റർ ലൂസിനനുസരിച്ച് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ബാറ്റർ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ സ്പൂണിട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ വീഴുന്ന ആ ഒരു ടൈപ്പിൽ വേണം ബാറ്റർ ഇരിക്കാൻ. ഞാൻ ഓപ്ഷനിലാണ് ന്യൂട്രൽ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റൗ ടോപ്പിൽ നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കേക്ക് കാണാൻ ലുക്കിലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കേക്കിന്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ന്യൂട്രലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഫുഡിന്റെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അത് ഫ്ലോപ്പ് ആയിട്ട് പോയിട്ട് വീണ്ടും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അതൊക്കെ ചെയ്യുക. എന്തായാലും ഒരു ദിവസം സക്സസ് ആവും. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.